ആകാശവും മണ്ണും വെണ്ണും ഭൂമിയും ഈ നമൂലകളും ധാരാപരങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമെന്ന് പറഞ്ഞത് പോലെ ലോകത്തിന് എന്തും ഒരു ദൃഷ്ടാന്തമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഈ സൂര്യൻ കിഴക്കിലെത്തുന്നത് പോലെ പടിഞ്ഞാറ് നിയന്ത്രണമായി അസ്തമിക്കുന്നത് പോലെ എല്ലാം കൃത്യമായി നടക്കുന്നത് പടച്ചവനെന്ന് പറയുന്ന ഏകനായ അല്ലാഹുവിന്റെ കുദറത്താണെന്നത് പോലെ തന്നെ പടച്ചവന്റെ കുദറത്തിനെ കണ്ടെത്തേണ്ട ഏറ്റവും മനോഹരമായ ആയാത്ത് റഹ്മാൻ പടച്ചവന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങളിൽ നിന്ന് ഒരു ഇണയെ പടച്ചവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചു വെച്ചത്, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചതെന്ന് നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അല്ലമീനാനി ഇവിടെ ജനത് എത്രയോ ഒരു വെളിപ്പാടകയാണ് ചെറുകുളം. ആമിനെ ജീവിച്ചത് ഇവിടെയാണ്. അവരെ രണ്ടുപേരെയും പടച്ചത് ഉമ്മാടെ ഗർഭാശയത്തിന് 4 മാസം പ്രായമായപ്പോൾ ഇവരുടെ ബന്ധങ്ങളെ തീരുമാനിച്ചത്. എന്നിട്ട് 10-20 വർഷം പടച്ചവൻ ഉമ്മാടെ ഗർഭാശയത്തിൽ വെച്ച് എഴുതി വെച്ച ഈ ബന്ധത്തെ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ച് 10-20 വർഷം കഴിയുമ്പോൾ ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ തീരുമാനത്തെ ബന്ധിപ്പിച്ച് അവർ ഒന്നിച്ച് ചേരാൻ പോകുമ്പോൾ പടച്ചവൻ പറയാണ് ഇത് അല്ലാഹുവിനെ കിട്ടാത്തവനെങ്കിൽ പിന്നെ വേറെന്താണ്? അതുകൊണ്ട് വിവാദത്തെ നിങ്ങൾ ആദർശത്തോടെ സമീപിക്കണം. പടച്ചവന്റെ ദൃഷ്ടാന്തമാണ്. നിങ്ങൾക്ക് കളിക്കാനും കളിയാടാനും ആസുരതയും അനാവശ്യങ്ങളും അശ്ലീലങ്ങളും ആരവങ്ങളും ചേർത്ത് വെച്ച് ആദർശത്തിന്റെ ചുവട്ടിൽ കരക്കെ കത്തിവെച്ച് ആടിത്തകർക്കാനുള്ള ഒരാഘാതവേദിയല്ല വിവാഹം. വിവാഹത്തിൽ മത്സര്യ ബുദ്ധിയോടെ കോടികളിൽ നിന്ന് പകരകലക്കാനല്ല. പടച്ചോന്റെ ദൃഷ്ടാന്തം എങ്ങനെയാണോ നിങ്ങൾ ബഹുമാനിക്കുന്നത് അതുപോലെ ബഹുമാനിക്കണം. പള്ളിയിൽ വെച്ച് നടത്തണം. പവിത്രമാണ്, പരിശുദ്ധമാണ്, പരിപാലനമാണ്. അടുത്തത് പടച്ചവൻ പറയുന്നത് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ച് ചേർത്ത് വെച്ച ഇണയെ നിങ്ങൾക്ക് അല്ലാഹു കൊണ്ടുവരുമ്പോ അവിടെ ഖുർആൻ പറയുന്ന മനോഹരമായ പദമാണ്. ഈ വൈവാഹിക ജീവിതം എന്ന് പറയുന്ന പ്രക്ഷുബ്ധതയിൽ കാട്ടുപോകുന്ന സംഗീത ജീവിതത്തിൽ ഒരൊറ്റ പരാമർശത്തിലും ഭാര്യ ഭരിക്കാവുന്നവരുടെ വഴക്കമുണ്ടാവില്ല. നിങ്ങളെപ്പോലെയുള്ള ഒന്നിൽ നിന്നാണ് നമ്മുടെ ഇടവരുന്നത്. മനുഷ്യനാണ്, മലക്കല്ല, ചിന്നല്ല. നിങ്ങൾ കിണകളായി വരുന്നത് ഭാര്യയോടും ഭർത്താവിനോടും. നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ്. തെറ്റുകളുണ്ടാവാം, ഉറവുകളുണ്ടാകാം, പരിമിതികൾ ഉണ്ടാവാം. അത് മനുഷ്യനാണ് എന്ന ബോധ്യത്തോടെ സഹിച്ചും സമാധാനത്തോടെ ജീവിച്ചാൽ പടച്ചവരെയാണ് ഇതുവരെ അനുഭവിക്കാത്ത ഹൃദയത്തിന്റെ ബന്ധവും ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്ത കാരുണ്യവും സ്നേഹവും നിങ്ങളുടെ രണ്ടുപേരും നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. ലോകത്തോടെ കിട്ടാത്ത സമാധാനവും സന്തോഷവും അല്ലാഹു നമ്മുടെ ഇരുവരുടെയും ഹൃദയത്തിൽ അതോടെ തരും. ഇത് ഖുർആൻ പറയുന്നത് ആ ഒരു പ്രത്യേകതയോടുകൂടിയാണ്. പടച്ചവന്റെ ദൃഷ്ടാന്തമാണെന്നുള്ള ഓർമ്മ വേണം. അത് അല്ലാഹുവിന്റെ ഒരു മനുഷ്യനാണ് തന്റെ ജീവിതത്തിൽ വരുന്നതെന്നുള്ള ബോധ്യം വേണം. അങ്ങനെ മനുഷ്യനാണെന്ന് ഓർത്ത് ജീവിച്ചാൽ നിങ്ങളുടെ ഇടയിൽ സ്നേഹവും അവസാനം വരെ നിലനിൽക്കും. അല്ലാഹു ഈ ബന്ധത്തെ ആക്കി തീർക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിതമല്ലാതെ പ്രശ്നകലുഷിതമായി സങ്കടത്തിന്റെ ആഴക്കടലിൽ ഇങ്ങനെ മുങ്ങിത്തുടിക്കുന്ന നേരത്ത് മദീനയിലെ കൊച്ചു വീട്ടിൽ ആശങ്കാകാരിയിരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദിച്ചുകൊണ്ട് സന്ധ്യാനേരത്തെ ഒരു വർത്തമാനമാണ്. ഭർത്താവിന് നല്ല സങ്കടമുണ്ടെന്ന് അറിഞ്ഞപ്പോ ബാലം ഇറക്കി വെക്കാത്ത ഒരൊറ്റ പോയി ഉഹദിന്റെ ദിവസമാണ് അവർക്ക് സങ്കടങ്ങളുണ്ടായത്. അതല്ല, വേറെ ഏതെങ്കിലും ദിവസമാണ്. ഹബീബിന്റെ ഭർത്താവിന്റെ സങ്കടങ്ങളുടെ ആഴക്കടലിൽ ഒരു ചെറിയ പ്രശ്നത്തിന് പരിഹാരമാവുക. അപ്പൊ പറയുന്നത് ആയിഷ, എനിക്ക് ഏറ്റവും സങ്കടമുണ്ടായത് ഉഹദിന്റെ രക്തപ്പെടുത്തപ്പെടല്ല, എന്റെ പല്ല് കൊടുക്കപ്പെടല്ല. ഞാൻ ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടത് എപ്പോഴെന്നറിയോ, ഏത് സമയത്തെന്നറിയോ? എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ അടിയോടിച്ച് ഞാൻ ഒറ്റപ്പെട്ട് ആരുമില്ലാതെ നിൽക്കുമ്പോ ഉമ്മാന്റെ സഹോദരന്മാർക്ക് ഒരു കരുണയുണ്ടാകുന്നത് തായിഫിൽ പോയപ്പോ അവരവർ കണ്ടുകൾ ചാട്ടി പിടിച്ചപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സങ്കടപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആരും പ്രതീക്ഷ അർപ്പിക്കുന്നു, നമ്മൾ ആരും കരുതുന്നു, നമ്മൾ ആരിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു, അവിടെ നിന്നുണ്ടാകുന്ന അവഗണനയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ
അകന്നു പോകാത്ത ഹൃദയവും ഹൃദയത്തിലെ സ്നേഹവും ഉണ്ടായാൽ അത് കുടുംബ ജീവിതത്തിൽ വലിയ മനോഹരമായ ജീവിതമാകും. എന്നിട്ട് അവസാനിപ്പിക്കുന്ന ആയതിനെ ഈ വൈവാഹിക ജീവിതത്തിന്റെ മുഴുവൻ സങ്കീർണതകളുടെയും പരിശുദ്ധതകളുടെയും പരിഹാരം അവസാനത്തിലുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പടച്ചോ പറയട്ടെ, നന്നായി ചിന്തിച്ചു നോക്ക്. ഹൃദയത്തിന് താഴത്തെ കൂട്ടുകിട്ടലിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതടക്കാൻ നന്നായി ചെയ്യുന്നവർ നിർത്താത്തതുണ്ട്. കാരണം ഈ കൂടിച്ചേരുന്ന ബന്ധം മരണത്തോടെ പോലെ അവസാനിക്കില്ല. ഇതേ അവരും അവരുടെ ഇടങ്ങളും സ്വർഗത്തിലും ഇതുപോലെ ഇരിക്കുന്നുണ്ട്. പരിപഠവും മാത്രമല്ല, എന്ന് പറഞ്ഞാൽ വിവാഹബന്ധത്തോടെ കൂടിച്ചേരുന്ന വലിയൊരു കുടുംബബന്ധമുണ്ട്. ആ കുടുംബം ഒന്നടങ്കം ഏതൊക്കെ സ്വന്തപ്പെട്ടാലും താഴെ ഒരുമിച്ച് കൂടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്കെല്ലാവർക്കും വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജീവോലയുടെ മകൻ അല്ലമീൻ മന്നാനി, ഞങ്ങളുടെ കാരാളുകളുടെ അംഗമായ യുടെ മകൾ ആമിന, അവരെ രണ്ടുപേരും സ്വർഗത്തിലും ഇതുപോലെ ഭർത്താവുമായി ഒരുമിച്ച് കൂടാൻ കഴിയുന്ന വിധം തഖ്വയോടെ അല്ലാഹുവിനെ ഭയന്ന് ഈ ദുനിയാവിൽ ജീവിച്ച് സ്വർഗത്തിലും ഒരുമിച്ച് കൂടുന്ന ബന്ധമായി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇരു കുടുംബത്തിനും ഖൈറായ ബന്ധമായി അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എല്ലാവരും സാന്നിധ്യമാൻ ബറകല്ലാഹു ലക്കും വബറക അലൈക്കും വജമഅ ബൈനകും ഫീ ഖൈരി വഅഫിയ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.